പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കനാനിലേക്കുള്ള യാത്രാമധ്യേ ഹോരേബ് പർവ്വതത്തിൽ നിന്ന് അവർ യാത്ര തുടങ്ങുന്നതിന് മുമ്പായി മോശയോട് ദൈവം ആലോചന പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനസമൂഹത്തെ ഒരു മനുഷ്യനാൽ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെയും അവന് സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മോശ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്: തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ അവർക്ക് അല്പം പോലും മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല എന്ന് മോശയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലോചന കേട്ട ശേഷം അവർ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം തീരുമാനിച്ചത്. അതേ പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനേകം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാറുണ്ട്. എന്നാൽ ഈ സമയത്തൊക്കെയും ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് അത് ദൈവഹിതമുള്ളതാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷമാണോ അതിനൊക്കെയും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. ചില ബിസിനസ്സുകൾ ചെയ്യുന്നതിനായി വേണ്ടിയായിരിക്കാം, ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനായിരിക്കാം, ചിലപ്പോൾ ചില വിവാഹാലോചനകൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മളിവിടെ വായിച്ചറിഞ്ഞതുപോലെ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ ഹിതമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതൊക്കെയും നമുക്ക് സക്സസ്സായി മാറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കും. ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെയും നമ്മൾ അബദ്ധവശാൽ പോയി ചാടുകയും വലിയ വലിയ ബാധ്യതകൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം മുതൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഞാനിനി എന്ത് കാര്യം ചെയ്താലും ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ആലോചന പ്രാപിച്ചതിന് ശേഷം മാത്രമേ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയുള്ളൂ എന്ന് ഉള്ളൊരു ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.